യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു ദിവസം കൂടി ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ ദൈവം നമ്മളെ അനുവദിച്ചതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. എപ്പോഴും ദൈവനാമത്തിന് മാത്രം മഹത്വമുണ്ടാകുവാൻ നമ്മുടെ അധരങ്ങളെ വിനിയോഗിക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. സ്നേഹനിധിയായ പിതാവായ ദൈവമക്കൾക്ക് നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ്. നീ ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ, ദൈവത്തിൽ നിന്ന് തെറ്റ് ചെയ്ത് അകന്ന് പോയെങ്കിലും തിരിച്ച് അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടുകൂടി നീ ആയിരിക്കുകയും ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുകയും ചെയ്താൽ ക്ഷയിച്ചുപോയി എന്ന് മറ്റുള്ളവർ കരുതുന്ന നീ വീണ്ടും ശക്തി പ്രാപിക്കും. ലോകത്തിലേക്ക് നോക്കുന്ന സമയം നമ്മുടെ ഇല്ലായ്മകളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, തളർച്ചയിൽ ഒക്കെ ലോകത്തോട് നോക്കിയാൽ ലോകം നിന്നിൽ നിന്ന് പലതും പ്രതീക്ഷിക്കും. എന്നാൽ ദൈവത്തിലാണ് നീ ആശ്രയിക്കുന്നതെങ്കിൽ, നീ ശക്തിയില്ലാത്തവനാണെന്ന് ലോകം വിധിച്ചാൽ പോലും ദൈവം നിനക്ക് വീണ്ടും ശക്തി തരും. ആ ശക്തി തരുന്നത് നീ കഴുകനെ പോലെ ചിറകടിച്ചുയരാനാണ്. നമുക്കറിയാം, കഴുകൻ ഒരു മലയുടെ ഏറ്റവും മുകളിലായിരിക്കും തൻ്റെ കൂട് കെട്ടുന്നത്. എത്ര ഉയരത്തിൽ പറക്കാവോ അത്ര ഉയരത്തിലേക്ക് ആ കഴുകന് പറന്നെത്തുവാൻ സാധിക്കും. അതേപോലെ ദൈവം പറയുകയാണ്, നിന്നെ ലോകം എത്ര തള്ളിക്കളഞ്ഞാലും, നീ നശിച്ചു എന്ന് എഴുതിത്തള്ളിയാലും, നീ എന്നിലാണ്, പിതാവായ ദൈവത്തിലാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിലാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ, ആശ്രയം വെക്കുന്നതെങ്കിൽ, നീ ശക്തി പ്രാപിച്ച് കഴുകനെ പോലെ ചിറകടിച്ചുയരും. നിനക്ക് തളർച്ചയുണ്ടാകത്തില്ല. നിനക്ക് എത്ര ഓടിയാലും, എത്ര ഉയരത്തിൽ നീ പറന്നാലും നീ ക്ഷീണിതനാവുകയില്ല. കാരണം നിന്നെ പരിപാലിക്കുന്നത് ദൈവമാണ്. നീ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നിൻ്റെ ഒരേ ഒരു ചിന്ത ദൈവത്തെക്കുറിച്ചാണ്. നിൻ്റെ ഹൃദയം പൂർണ്ണമായിട്ട് ദൈവത്തിലാണ് അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ തകർന്നു പോയി എന്ന് ലോകം എഴുതിയാലും, അവനെക്കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല എന്ന് ലോകം നിങ്ങളെക്കുറിച്ച് എഴുതി തള്ളിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരിച്ച് ആശ്രയം വയ്ക്കുക. ആ ദൈവം നിങ്ങൾക്ക് ശക്തി പകരും. നിങ്ങൾ ഫീനിക്സ് പക്ഷിയെപ്പോലെ ചിറകടിച്ചുയരും. കഴുകനെ പോലെ ശക്തി ആർജിച്ച് നീ ഉയർച്ചയിലേക്ക് നീ പറന്നു വരും. നീ തളരുകയില്ല. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയാൽ, അനുഗ്രഹത്താൽ
ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന എല്ലാ മക്കളും തൻ്റെ തകർച്ചയ്ക്ക് കാരണം ദൈവത്തിൽ നിന്ന് അകന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുമ്പോൾ അവനെ ദൈവം ശക്തിപ്പെടുത്തുകയും ഉയർച്ചയുടെ മേൽ ഉയർച്ച നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെല്ലാവരെയും ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ സമാധാനം ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.